ടു അനദർ വീഡിയോ ഓഫ് സൈലൻ. വളരെ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടികളിലെ വയലൻറ്റ് ബിഹേവിയർ കൂടുകയും അതുപോലെ അവരിലെ മോറൽ വാല്യൂസ് വളരെയധികം കുറയുകയും ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള ഒരു വയലൻറ്റ് ബിഹേവിയർ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇൻറ്റൻസ് ആയിട്ടും അൺകൺട്രോൾഡ് ആയിട്ടും അവരുടെ ഇമോഷൻ ഔട്ട്ബേഴ്സ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബിഹേവിയർ, അതായത് ദേഷ്യം വരുമ്പോൾ ഉറക്കെ അലറുക, അല്ലെങ്കിൽ അടുത്ത് ഉള്ള ഒരു ആളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുക. വയലൻറ്റ് ബിഹേവിയറിൻ്റെ മറ്റൊരു ടൈപ്പാണ് ഫിസിക്കൽ അഗ്രഷൻ എന്ന് പറയുക. അതായത് കൂടെയുള്ളൊരു വ്യക്തിയെ ദേഷ്യം വരുമ്പോൾ അടിക്കുക, ഇടിക്കുക, തൊഴിക്കുക, ഇങ്ങനെ ഫിസിക്കലായിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ അഗ്രഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പല രീതിയിലാണ് കുട്ടികളിൽ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള വയലൻ്റ് ബിഹേവിയർ കാണിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുവരുന്നത്? അതിൽ ആദ്യത്തെ ഒരു കോസാണ് അവർ ജനിച്ചു വരുന്ന ഒരു എൻവിയോൺമെൻറ്റ്. അതൊരു വയലൻ്റ് എൻവിയോൺമെൻ്റ് ആണ്. എപ്പോഴും പേരൻസ് തമ്മിലുള്ള വഴക്ക്, ഫിസിക്കലായിട്ടുള്ള വയലൻസ്, ഇത്തരത്തിലുള്ള ഒരു എൻവിയോൺമെൻറ്റിലാണ് ആ കുട്ടി ജനിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടീൻ്റെ ഉള്ളിലൊരു പേടി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ദേഷ്യം അത് പിന്നീട് ഒരു അഗ്രഷനിലോട്ട് ലീഡ് ചെയ്യാൻ ടൈപ്പായിട്ടുള്ള കോസായിട്ടത് മാറി. നമുക്കറിയാം ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് ഫോൺ കിട്ടുക അല്ലെങ്കിൽ ഫോണിൻ്റെ ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫോണിൽ കണ്ടുവരുന്ന വയലൻ്റ് ആയിട്ടുള്ള ഓരോ കണ്ടൻറ്റുകൾ പിന്നീട് അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കുട്ടികളിലെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ തടയുന്നതിനും അതുപോലെ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായകരമായൊരു അന്തരീക്ഷം അവർക്ക് വളരെയധികം ആവശ്യമാണ്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശത്തിനോ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.